കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം സ്കൂളിലെ ടീച്ചേഴ്സും കുട്ടികൾക്ക് കുടിക്കാനായി കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികളും ഓരോരുത്തരായി മയങ്ങി വീഴുന്നു. അവരുണർന്നു നോക്കുമ്പോ മറ്റൊരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. ശിവുവിനും വാങ് ചെയ്യാനും വേണ്ടി കുട്ടികൾ വെൽക്കം പാർട്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്ന സ്ഥലത്തായിരുന്നു അവരുണ്ടായിരുന്നത്. ശേഷം കുട്ടികൾ ഓരോരുത്തരായി ഉണർന്നു നോക്കുന്നു. അവർക്ക് എല്ലാവർക്കും എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അവിടുത്തെ ഡോർ ആണെങ്കിൽ ലോക്ക്ഡ് ആയിരുന്നു. സോനയും ഇതെന്ത് പറ്റി, എക്സാം കഴിഞ്ഞില്ലേ? ആ സമയം ഇവരും ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ഉറങ്ങിയോ? ഇതൊരു ഫൈനൽ ഗ്രൂപ്പ് ടെസ്റ്റ് ആണ്. ഫൈനൽ ടെസ്റ്റിന്റെ പേരാണ് എസ്കേപ്പ് മിഷൻ. നിങ്ങൾ എവിടെ നിന്നും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യം എത്തുന്നവർക്ക് കൂടുതൽ സ്കോർ ലഭിക്കുന്നതായിരിക്കും. കുട്ടികളും വളരെ കൺഫ്യൂസ്ഡ് ആണ്. ഇവരെന്തൊക്കെയാ പറയുന്നത്? ഇവിടുത്തെ ജനല് പോലും അടച്ചിട്ടിരിക്കുകയാണല്ലോ, പിന്നെങ്ങനെയാ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നത്? ഹീറോയിനും നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കാം. വീണ്ടും ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ട്. ഈ സ്ഥലം തീ കത്തിക്കാനായി പോവുകയാണ്. നിങ്ങളുടെ സ്കിൽസ് ഉപയോഗിച്ച് ഇവിടെ നിന്നും രക്ഷപ്പെടണം. നിങ്ങൾ 6 പേരും പുറത്തു വരുന്നത് എങ്ങനെയെന്ന് ഞങ്ങൾ നോക്കുന്നുണ്ട്. ആ സമയം അവിടേക്ക് പുകയൊക്കെ വരുന്നുണ്ട്. അത് വരുമ്പോ ശിവുവിന് നന്നായി ചെവി വേദന അനുഭവപ്പെടുന്നു. ഹീറോനും അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. സോനയ്ക്കും എന്തോ വല്ലായ്മ പോലെ തോന്നുന്നുണ്ട്. വാങ്ചിയാനും കൂടെ ഉണ്ടായിരുന്നു. അവനും അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. നിന്റെ അച്ഛൻ ഒരിക്കലും നീ മരിക്കണമെന്ന് ആഗ്രഹിക്കില്ല. നമുക്കിവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനാകും. ശരിക്കും ഇതൊക്കെ പ്ലാൻ ചെയ്തത് പ്രിൻസിപ്പൾ ആയിരുന്നു. ശിവുവിനും അതുപോലെ സോനയ്ക്കും കുട്ടിക്കാലത്തുണ്ടായ എന്തോ ഒരു അനുഭവം വെച്ചിട്ട് അവർക്ക് തീ പേടിയാണ്. ആ പേടി മാറ്റാനായിട്ട് അവർ ശ്രമിച്ചെങ്കിലേ മതിയാകൂ. ആ ഒരു സ്ഥലം യഥാർത്ഥത്തിൽ തീ പിടിച്ചിട്ടൊന്നുമില്ല. ഇവർ വെറുതെ പുക കടത്തി വിട്ടതാണ്. അവരുടെ നഷ്ടമായ ഓർമ്മകൾ തിരിച്ചു കിട്ടാൻ അതിലൂടെ സഹായകരമായിരിക്കും. ശരിക്കുമുള്ള പേടി അവരുടെ ഉള്ളിലാണുള്ളത്. അത് ഓവർകം ചെയ്യാനായി അവരും ശ്രമിക്കണം. ശേഷം ഇവിടെ ആ ഒരു പുക എവിടെ നിന്നിട്ടാണ് വരുന്നതെന്ന് ശിവവും ഹീറോയിനും കണ്ടുപിടിക്കുന്നുണ്ട്. അവരും അത് അടച്ചു വെക്കാനായി ശ്രമിക്കുന്നു. സോനയും നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനായി 3 മാർഗമാണുള്ളത്. അതിലൊന്ന് പുറകിലുള്ള ഒരു ഡോറാണ്. അത് തീർച്ചയായിട്ടും അവർ പൂട്ടിയിട്ടുണ്ടായിരിക്കും. പിന്നെയുള്ളത് സീലിംഗിലുള്ള ഒരു ഫാനാണ്. അത് ഇളക്കി മാറ്റിക്കഴിഞ്ഞാൽ ഹാളിലേക്ക് പോകാനായി സാധിക്കും. പിന്നെയുള്ളത് ഒരു ജനാലയാണ്. ഒരാൾക്ക് വീതം മാത്രമേ അവിടെ നിന്ന് പുറത്ത് കിടക്കാനാകൂ. ശിവവും ഹീറോയിനും അവിടെയുള്ള പുക വരുന്ന ഹാളും മറച്ചു വെച്ചത് കൊണ്ട് തന്നെ കൂടുതൽ പുക ഉള്ളിലേക്ക് വരുന്നില്ല. ഇവർക്കും ആലോചിക്കാനുള്ള സമയം കിട്ടുന്നു. എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടണം? ഒരു മാർഗമേ ഉള്ളൂ. സീലിംഗിൽ കാണുന്ന ആ ഒരു ഫാൻ വാങ് ചെയ്യാനും താഴെ കാണുന്ന ഒരു പാട്ടയും എടുത്തു വെക്കുന്നുണ്ട്. ശിവുവും ഒരെണ്ണം കൂടി എടുത്തു വെക്കുന്നുണ്ട്. രണ്ടുപേര് താഴെ നിന്നേ മതിയാകൂ. ഹീറോനും ഞാൻ മുകളിലേക്ക് പോകാം, സോനയെ പിടിച്ചു വെക്കാം. സോന മുകളിൽ കയറി ആ ഒരു ഫാൻ മാറ്റണം. ചോയും ഞാൻ നടുക്ക് നിൽക്കാം. ശേഷം ഇവരും എല്ലാം സെറ്റ് ചെയ്യുമ്പോ സോന മുകളിലേക്ക് കയറാനായി ശ്രമിക്കുന്നു. എന്നാൽ ജങ് അവളെ തട്ടി മാറ്റിയിട്ട് മുകളിലേക്ക് കയറുന്നുണ്ട്. അവൻ ഹീറോയിനെ തള്ളി മാറ്റുന്നു. അവളും കൈവിട്ട് താഴേക്ക് വീഴാൻ പോകുമ്പോ ശിവുവാണ് അവളെ പിടിക്കുന്നത്. അവിടെ ചാരി വെച്ചിരിക്കുന്ന ആ ഏണിയും താഴേക്ക് വീഴാനായി പോകുമ്പോ ഹീറോയിനാണ് അത് പിടിച്ചു വെക്കുന്നത്. ആ സമയം കൊണ്ട് ജങ്ങും ആ ഒരു ഫാനും ഇളക്കി മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്ത് വിചാരിച്ചു ഞാൻ നിങ്ങളും കൂടെ കൊണ്ടുപോകുമെന്നോ? ഇതൊരു കോമ്പറ്റീഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ആ ഒരു ഫാനും അടച്ചു വെച്ച് അവനും ഇറങ്ങി പോകുന്നു. അത് മാത്രല്ല ആരും പുറത്ത് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബെൽറ്റ് കൊണ്ട് ആ ഒരു ഫാനും കെട്ടിവെക്കുന്നുണ്ട്. എന്നിട്ട് അവനും അതിലൂടെ ഇഴഞ്ഞ് പോകുന്നുണ്ട്. ഇവിടെ സീനിയർ ടീച്ചറും കുട്ടികളും അവിടെ നിന്ന് വരുന്ന പുകയൊക്കെ ബ്ലോക്ക് ചെയ്തെന്ന മനസ്സിലാക്കാനായി കഴിയുന്നത്. അവർ വെന്റിലേറ്ററിലൂടെ കയറിപ്പോകുന്നത് എളുപ്പ വഴിയാണെന്ന് തോന്നുന്നില്ലേ? പ്രിൻസിപ്പളും ആ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും അത്. ജങ്ങും ആ വഴിയിലൂടെ കയറി തിരിച്ചിറങ്ങുമ്പോ ടീച്ചേഴ്സും അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ജങ് ചോദിക്കുമ്പോ നീ മാത്രമേ വന്നുള്ളൂ, മറ്റുള്ളവരൊക്കെ എവിടെയാണെന്ന് ചോദിക്കുന്നു. നീ മറ്റുള്ള കുട്ടികളെ ചതിച്ചിട്ട് ഒറ്റയ്ക്കാണ് ഇവിടേക്ക് വന്നത്. ഒരു സാറും നമ്മളും ഇത്രയും പരിചർന്ന് ഇവനെ നേരിടാൻ വേണ്ടിയിട്ട് ഇവനൊന്നും തന്നെയില്ല, ഞാൻ തന്നെ ഇവനെ നേരിട്ടോളാം. അത് കേൾക്കുമ്പോ മറ്റു 2 ടീച്ചേഴ്സും അവിടെ നിന്ന് പോകുന്നു. സാറും ജങ്ങുമായി ഫൈറ്റ് നടക്കുന്നു. ശേഷം ഇവിടെയും കുട്ടികളും ഇനി ഒരൊറ്റ വഴി കൂടെ ഉള്ളൂ. അതാ ജനാല വഴി പുറത്തേക്ക് പോകുന്നതാണ്. അവരും എന്തെങ്കിലും വഴി കിട്ടുമോ എന്ന് ആലോചിക്കുന്നു. അവരും കയറെടുത്ത് നമുക്ക് മുകളിലേക്ക് കയറാം, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കയറി പോകാനായി സാധിക്കും. അങ്ങനെ അവരും കയറെടുത്ത് മുകളിലേക്ക് എറിയുന്നു. സോനിയാണ് ആദ്യം അതിലൂടെ കയറി പോകുന്നത്. ശേഷം ചോയ്, ശേഷം വാങ് ചെയ്യാനും കയറി പോകുന്നുണ്ട്. ശേഷം ഹീറോയിനും കയറി പോകാൻ നേരം നിന്റെ കൈക്ക് പ്രശ്നമൊന്നുമില്ലേ എന്ന് ശിവുവും ചോദിക്കുന്നുണ്ട്. അവൾക്കും കുഴപ്പമൊന്നുമില്ലെന്നാണ് പറയുന്നത്. ശേഷം അവൾ പോയി കഴിയുമ്പോ ശിവുവും അതുവഴി കയറി പോകുന്നു. പ്രിൻസിപ്പളും നമ്മളിവിടെ വെച്ചിരിക്കുന്ന അവസാനത്തെ ടെസ്റ്റ് ഗ്രൂപ്പ് എഫേർട്ട് ആണ്. എല്ലാവരെയും സഹായിച്ച് പരസ്പരം മുന്നോട്ട് പോകണം, അതാണ് വേണ്ടത്. അങ്ങനെ അവര് പുറത്തേക്ക് വരുന്നുണ്ട്. ഇനിയൊരു ടാസ്ക് ആ ഒരു ബിൽഡിംഗിൽ നിന്നും താഴേക്ക് പോകണം. സോനയാണ് ആദ്യം പോകുന്നത്. ശേഷം ചോയും പിന്നീട് വാങ് ചെയ്യാനും. ശരിക്കും പറഞ്ഞ ഹീറോയിന് കൈക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അവളെ കൊണ്ട് താഴേക്ക് ഇറങ്ങാനായി സാധിക്കുമെന്ന് തോന്നുന്നില്ല. ശിവവും അത് മനസ്സിലാക്കുന്നുണ്ട്. നീയുടെ വെയിറ്റ് ചെയ്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവനും തിരികെ പോകുന്നുണ്ട്. എന്നിട്ട് ഇവർ കയറി വന്ന ആ ഒരു കയറും അവൻ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് അതും താഴേക്ക് ഇടുന്നു. നീ എന്റെ പുറത്ത് കയറ്, ഞാൻ നിന്നെ താഴേക്ക് കൊണ്ടുപോകാം. പക്ഷെ അവള് മടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു നിവൃത്തിയുമില്ലാതെ അവളും അവൻ പറഞ്ഞതുപോലെ ചെയ്യുന്നു. ശേഷം അവർ രണ്ടുപേരും കൂടി താഴേക്ക് ഇറങ്ങുന്നുണ്ട്. ടീച്ചേഴ്സും അവരെ കാത്തു നിൽക്കുകയാണ്. നോക്കുമ്പോ സോനിയാണ് ആദ്യം ഓടിയെത്തുന്നത്. രണ്ടാമത് വാങ് ചെയ്യാൻ, മൂന്നാമത് ഹീറോയിനും, നാലാമത് ശിവുവും, അവസാനം ചോയും. പ്രിൻസിപ്പളും ജങ് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് കുട്ടികളും അവൻ ഇതുവരേക്കും തിരിച്ചു വന്നില്ലേ, അവനല്ലേ അവിടെ നിന്ന് ആദ്യമേ രക്ഷപ്പെട്ടത്. ഇത് കേൾക്കുമ്പോ വാങ് ചെയ്യാനും അവന് അത് തന്നെ കിട്ടണമെന്ന് ആലോചിക്കുന്നുണ്ട്. ശേഷമാണ് ജങ് അവിടേക്ക് വരുന്നത്. അവൻ ഒറ്റയ്ക്കാണ് പുറത്തേക്ക് വന്നത്, അതുകൊണ്ട്
അതുകൊണ്ട് അവന് ഞാനൊരു പാഠം പഠിപ്പിക്കുകയായിരുന്നു. അവനാണ് ഇപ്പോ അവസാനമായി എത്തിയിരിക്കുന്നത്. പ്രിൻസിപ്പളും നമ്മുടെ മിഡ് ടേം എക്സാം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ഇത് ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ജംഗ് ചിലപ്പോ ആദ്യമേ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു വരാം. പക്ഷെ നിങ്ങൾക്ക് ഒരു കോളീഗിനെ നഷ്ടപ്പെട്ടു. അവനെ അന്വേഷിക്കേണ്ട ചുമതല നിങ്ങൾക്കല്ലേ? അതിന് വാങ്ങിച്ചാനും കോളീഗോ? ഇവനോ? ഞങ്ങളെ ചതിച്ചിട്ട് ആദ്യം ഓടി പോയവനാണ്. പ്രിൻസിപ്പളും നിങ്ങളെ ചതിച്ചു കഴിഞ്ഞാൽ അവൻ നിങ്ങളുടെ കോളീഗ് ആയിരിക്കില്ലേ? ഇപ്പോഴും അവൻ നിങ്ങളുടെ ഫ്രണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ശേഷം പ്രിൻസിപ്പള് വീണ്ടും ആ ഒരു കോമയിൽ കിടന്ന ആളുടെയും അയാളുടെ ഭാര്യയുടെയും ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ട്. അതേസമയം ആ ഒരു കോമയിൽ കിടന്ന ആളും പ്രിൻസിപ്പലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഉണ്ടെന്ന കാര്യം അയാൾക്കറിയുമോന്ന് ബാങ്ക് ചെയ്യാൻ അച്ഛനോട് ചോദിക്കുമ്പോ ആളും പറയുന്നത് മുരിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാവരും വിശ്വസിക്കുന്നത് നിങ്ങൾ മരിച്ചുപോയി എന്നാണ്. നിങ്ങൾ ജീവനോടെ ഉണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളെ കൊല്ലാനായി ശ്രമിച്ചെന്ന് വരാം. നിങ്ങൾ ജീവനോട് കൂടി ഉണ്ടെന്ന് അറിയാവുന്നത് എനിക്കും മുരിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനും മാത്രമാണ്. അതിനയാളും അയാളുടെ കൂട്ടുകാരനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതായത് മുരിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രിൻസിപ്പൽ. ബാങ്ക് ചെയ്യാൻ അച്ഛനും അയാളപ്പോ മുരിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങളെ അറ്റാക്ക് ചെയ്തത് ആരാണെന്ന് ഇതുവരെ ആർക്കും അറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുമ്പോ അയാളും ഒരു കാര്യം ഓർക്കുന്നുണ്ട്. അന്നത്തെ മുരിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രിൻസിപ്പളും ഇയാളുമായി ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ പ്രിൻസിപ്പളും പറയുന്നത് മുരിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യങ്ങളൊന്നും ശരിയല്ല. ചിന്താമണി കൈക്കലാക്കാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ശ്രമിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ജക്പുങ്. അവരാരാണെന്നോ എവിടെയാണെന്നോ ആർക്കും അറിയില്ല. പക്ഷെ അവർ ചിന്താമണി കൈക്കലാക്കാനായി ഒരുപാട് ശ്രമം നടത്തുന്നുണ്ട്. ഈ ലോകത്തെ മുഴുവൻ കൈക്കലാക്കാനായി ഉള്ള ഒരു ശക്തി ചിന്താമണി മാത്രാണ്. അത് കൈക്കലാക്കാൻ അവർ എന്ത് വേണമെങ്കിലും ചെയ്യും. ആ ചിന്താമണിയുടെ താക്കോൽ ഞാൻ നിങ്ങൾക്ക് തരാം. അതിനേളം അത് വേണ്ട, ജക്പുങ്ങിനെ കണ്ടെത്താൻ നിങ്ങളെ ഞാൻ സഹായിക്കാം. അതിന് പ്രിൻസിപ്പളും എനിക്കൊരു സംശയമുണ്ട്. ജക്പുങ് എന്ന് പറയുന്നത് ഹങ്മു സോങ് ആണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇയാളിപ്പോ സംശയിക്കുന്നത് ഇപ്പോഴത്തെ മുരിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രിൻസിപ്പളിനെയാണ്. ആ കോമയിൽ കിടന്ന ആളിന്റെ ഫ്രണ്ട് ആയിരുന്നല്ലോ അയാള്. ആ സമയം ഇപ്പോഴത്തെ പ്രിൻസിപ്പളായ ഹങ്മു സോങ്ങും അന്ന് മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയം മുരിം സ്കൂളിന്റെ ചെയർമാനായി അടുത്ത് നിയമിക്കാനായി പോകുന്നത് ചേയുന്നെ ആണെന്ന് അയാളോടും പറയുന്നുണ്ട്. ചേയൻ എന്ന് പറഞ്ഞ കോമയിൽ കിടന്ന ആള് ഇയാളുടെ ഫ്രണ്ട്. ഇവർക്കിടയിൽ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ശേഷം അടുത്ത ദിവസം പ്രിൻസിപ്പളും ശിവുവിനെയും വാങ്ചേനെയും വിളിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെന്റർ ട്രെയിനിങ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം എക്സാം കഴിഞ്ഞല്ലോ, നിങ്ങൾ നന്നായി തന്നെ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. വാങ്ചേനും പക്ഷെ എനിക്ക് കുറച്ചുകൂടി ട്രെയിനിങ് വേണമെന്ന് തോന്നുന്നുണ്ട്. സോനയെ മാറ്റി ഹീറോയിനെ അവന് മെന്ററായി കൊടുക്കാനായി പ്രിൻസിപ്പലിനോടും പറയുന്നുണ്ട്. അതിന് പ്രിൻസിപ്പലും സമ്മതിക്കുന്നില്ല. നിങ്ങൾക്കിനി മെന്റേഴ്സിന്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങളും അവരുടെയൊക്കെ ലെവലിൽ ഏകദേശം എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് വേണ്ട എന്നാണ് പറയുന്നത്. ശേഷം അടുത്തൊരു കാര്യം സാംസാറും നോട്ടീസ് ബോർഡിൽ ഇടുന്നുണ്ട്. അത് കണ്ടിട്ട് കുട്ടികൾ എല്ലാവരും തന്നെ സന്തോഷിക്കുന്നുണ്ട്. അവരുടെ ക്ലാസ് റാങ്ക് ആണ് നോട്ടീസ് ബോർഡിലും ഇട്ടിരിക്കുന്നത്. ചോയി നോക്കുമ്പോ അവന്റെ സ്ഥാനം വളരെ കുറവാണ്. അവനാണിപ്പോ ലോവർ റാങ്കിങ്ങിലുള്ളത്. അഡ്വാൻസ്ഡ് ക്ലാസ്സിൽ ശിവുവും ബാങ്ക് ചെയ്യാനും കയറി പറ്റിയിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ ആ റൂമിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ടാ എന്റെ റാങ്ക് വളരെ താഴ്ന്നു പോയതെന്ന് അവനും ചിന്തിക്കുന്നുണ്ട്. ശേഷം ബാങ്ക് ചെയ്യാനും ഹീറോയിനോട് എന്റെ മെന്റർ ആകാമോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നു. ഇത് സോനയും കേൾക്കുന്നുണ്ട്. നീ ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് വലിയ വിഷമമുണ്ടെന്ന് അവളും പറയുന്നു. ശേഷം സാറും ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. മാർഷൽ ആർട്സിന്റെ ക്ലാസ് ആണ്. സാറിനെ കാണുമ്പോ ശിവുവും ഹീറോയിന് കൈ വയ്യാത്ത കാര്യം പറയുന്നുണ്ട്. പക്ഷെ അവള് സമ്മതിച്ചു കൊടുക്കുന്നില്ല. എന്റെ കൈക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാം എന്ന് പറയുമ്പോ സാറും അവളുടെ കൈ പരിശോധിക്കുന്നു. അവൾക്ക് വീണ്ടും നല്ല വേദനയുണ്ട്. സാറും ശിവുവിനോട് അവളെ സിക്ക് റൂമിലേക്ക് കൊണ്ടുപോകാനായി ആവശ്യപ്പെടുന്നു. അവനും അവളെ വിളിച്ചുകൊണ്ട് പോകുന്നു. ബാങ്ക് ചെയ്യാനും ഇത് ശ്രദ്ധിക്കുന്നു. സാറും നിങ്ങളെ റൂമിൽ നിന്ന് രക്ഷപ്പെട്ട ആ ഒരു മിഷനിൽ ശിവുവിനെ നീയും തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവൻ എപ്പോഴും തോൽപ്പിക്കണമെന്ന് നീയും വിചാരിക്കുന്നുണ്ടോ? അതിനവനും ഞാൻ ജയിച്ചെങ്കിലും തോറ്റതുപോലെ എനിക്ക് തോന്നുന്നത്. ശേഷം ഇവരും സിക്ക് റൂമിലേക്ക് വരുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന ഫസ്റ്റ് എയ്ഡ് കിറ്റും ഇവർ അന്വേഷിക്കുന്നു. അവളും കയ്യിൽ കെട്ടാനുള്ള ബാൻഡേജ് എടുക്കാനായി ശ്രമിക്കുമ്പോ അവിടെ ആകെ അവളെല്ലാം തട്ടിമറിച്ചിടുന്നുണ്ട്. അത് കണ്ടിട്ട് ശിവുവും ഒരു ഐഡലിനെ ഇത്രയും അടുത്ത് കണ്ടപ്പോ നിനക്ക് പേടിയുണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. അവളും അത് നിഷേധിക്കുന്നുണ്ട്. അവനും കയ്യിൽ കെട്ടാൻ വേണ്ടി ഒരു ബാൻഡേജ് എടുത്ത് കൊടുക്കുമ്പോ അവളും ഇത് ഞാൻ ചെയ്തോളാം, അല്ലെങ്കിൽ സോനയോ പ്രൊഫസറിനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചോളാം എന്ന് പറയുമ്പോ അവനും ഞാനിത് ചെയ്തു തരാന്ന് നിന്നോട് ആരാ പറഞ്ഞേ എന്ന് പറഞ്ഞ് അവനും എഴുന്നേറ്റ് പോകുന്നുണ്ട്. ശിവുവും എന്നാലും നമ്മള് ക്ലാസ് ഒക്കെ കട്ട് ചെയ്തതല്ലേ, ഒന്ന് പുറത്തേക്ക് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അവനും ഞാനൊരു ഐഡിയലായിരുന്ന സമയം കുറച്ചു നാൾക്ക് മുന്നേ ഒരു പാട്ടിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയം എനിക്ക് പാട്ടൊന്നും എഴുതാനായി സാധിച്ചില്ല. എന്റെ മാനേജറിനോടും മറ്റുമൊക്കെ ഞാൻ ഒരുപാട് ദേഷ്യപ്പെടുമായിരുന്നു. അവളും ഇവിടെയും ഒരുപാട് പാട്ട് എഴുതാമല്ലോ, നീ ഇവിടെ നിന്നും ഗ്രാജുവേറ്റ് ചെയ്യുമ്പോ ഒരുപാട് പാട്ട് റിലീസ് ചെയ്യാമല്ലോ എന്ന് പറയുമ്പോ അവനും ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യാൻ പോവാണെന്നോ? അതിനവളും നീ ചെവിയുടെ പ്രശ്നമായിട്ടാണല്ലോ ഇവിടെ നിൽക്കുന്നതല്ലേ? അവനും ഞാൻ ഇവിടെ വന്നതിൽ പിന്നെ ആ ചെവിയുടെ പ്രശ്നം കുറേയൊക്കെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു, എന്താ കാര്യമെന്നറിയില്ല. നീ എന്തിനാ ഈ സ്കൂളിലേക്ക് വന്ന് പഠിക്കുന്നതെന്ന് അവളോട് ചോദിക്കുമ്പോ സ്കൂളിൽ നിന്ന് പാസ് ഔട്ട് ആകുമ്പോ നല്ലൊരു കോളേജിൽ പോയി പഠിക്കണമെന്നായിരുന്നു എന്റെയും ആഗ്രഹം. പക്ഷെ ട്യൂഷൻ ഫീസ് അധികമാണല്ലോ. എന്റെ വീട്ടിലെ ആകെ ഒരു വരുമാന മാർഗം ഞാൻ മാത്രമാണ്. ഇവിടെ പഠിക്കുമ്പോ എനിക്ക് ട്യൂഷൻ ഫീസും കൊടുക്കണ്ട, ജോലിക്ക് പോവുകയും ചെയ്യാം. എന്റെ അച്ഛൻ അറിയാതെയാ ഞാൻ ഈ കോളേജിലേക്ക് വരുന്നത്. ഈ സ്കൂളിന്റെ പേര് കേൾക്കുമ്പോഴേ അച്ഛൻ ദേഷ്യപ്പെടും. ഈ സ്കൂളില് അടിപിടി കൂടാ മാത്രമാണ് പഠിപ്പിക്കുന്നതെന്നാണ് അച്ഛനും കരുതുന്നത്. ഇവിടെ സോനയും ബാങ്ക് ചെയ്യാനോട് നീ ശിവുവിനെ തോൽപ്പിക്കാനായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, എന്തിനു വേണ്ടിട്ടാ അങ്ങനെ
ചെയ്തതെന്ന് ചോദിക്കുമ്പോ അവനും ഹീറോയിനോട് ഒരു ആഗ്രഹം പറഞ്ഞതും അവൻ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവളുമായി ഡേറ്റിന് പോകാമെന്ന് സമ്മതിച്ച കാര്യവും സോനയോടും പറയുന്നു. ശേഷം വാങ് ചെയ്യാനും ഹീറോയിനെ കണ്ടുമുട്ടുന്നുണ്ട്. അവൾ എവിടെ പോവുകയാണെന്ന് അവന് ചോദിക്കുമ്പോ ഇപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞല്ലോ, ഞാൻ എന്റെ പാർട്ട് ടൈം ജോലിക്ക് വേണ്ടി പോവുകയാണ്. അതിനവനും നിന്റെ കൈ വയ്യല്ലോ. അതിനവളും എനിക്ക് പ്രശ്നമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ മാനേജ് ചെയ്യും. ശേഷം വാങ് ചെയ്യാനും രാത്രി ഒറ്റയ്ക്ക് വിഷമിച്ച് നടക്കുന്നത് സോനയും കാണുന്നുണ്ടായിരുന്നു. നിനക്കിത് എന്ത് പറ്റിയെന്നൊക്കെ അവനോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ പ്രത്യേകിച്ച് കാരണമൊന്നും അവളോട് പറയുന്നില്ല. അവൾക്ക് മനസ്സിലാകുന്നുണ്ട് ഹീറോയിന്റെ കാര്യം ഓർത്തിട്ടാണ് അവൻ വിഷമിക്കുന്നതെന്ന്. അത് അവളും ചോദിക്കുന്നുണ്ട്, നീ ഭയങ്കര സീരിയസ് ആയിരുന്നല്ലേ എന്നൊക്കെ. അതിനവനും നിനക്ക് ശിവുവിനെ ഇഷ്ടമല്ലേ, നിങ്ങൾക്ക് തമ്മില് സംസാരിച്ച ഒരു ധാരണയിൽ എത്തിക്കൂടെ എന്ന് അവനും ചോദിക്കുമ്പോ അവളും എനിക്ക് അവനെ ഇഷ്ടമാണ്, ഒരു ഫാൻ എന്ന നിലയിൽ മാത്രം, അല്ലാത്തൊരു ഇഷ്ടമൊന്നും അവനോടില്ലെന്ന് ബാങ് ചെയ്യാനോടും പറയുന്നു. ശേഷം ഹീറോയിനും പാർട്ട് ടൈം ജോലിക്ക് അന്വേഷിച്ച് പോകുന്ന സമയമാണ് ഇവള് നേരത്തെ വർക്ക് ചെയ്തിരുന്ന കടയുടെ ഓണറെയും അവള് കാണുന്നത്. ശേഷം ഇവളും അവരുടെ കൂടെ പോകുന്നുണ്ട്. ഇവരും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്നു. കടയുടെ ഓണറും അവളോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും അവൾ അവിടെ വർക്ക് ചെയ്യാനായി തുടങ്ങുന്നു. ഇവിടെ ശിവുവും പുതിയ മ്യൂസിക് ഒക്കെ കമ്പോസ് ചെയ്യുന്നുണ്ട്. ഹീറോയിനും പുറത്തോട്ട് പോകുമ്പോ മ്യൂസിക് ഒക്കെ എഴുതുന്ന നോട്ട്ബുക്കും അവൾ ശിവുവിന് വേണ്ടി വാങ്ങിക്കുന്നുണ്ട്. ശേഷം സീനിയർ ടീച്ചറും പ്രിൻസിപ്പലിനോട് ഒരു കാര്യം സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ബാങ് ചെയ്യാന്റെ അച്ഛൻ രാവിലെ വിളിച്ചിരുന്നു, അയാളാണല്ലോ നമ്മുടെ സ്കൂളിലെ പ്രധാന സ്പോൺസർ. ആള് പറയുന്നത് ഇവിടുത്തെ കുട്ടികൾക്ക് ഒരു ട്രിപ്പ് പോകാനായി ഫണ്ട് തരാമെന്നാണ്. സ്കൂളിലെ ടീച്ചേഴ്സും കുട്ടികളും പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയല്ലേ, അതുകൊണ്ട് ഒരു ട്രിപ്പ് പോകാനായി സഹായിക്കാമെന്ന് അയാളും പറഞ്ഞു. പ്രിൻസിപ്പളും ബാങ് ചെയ്യാന്റെ അച്ഛൻ എങ്ങനെയുള്ള ആളാണ്, ഞാൻ അയാളെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടില്ല, എനിക്ക് അയാളെ കാണാനുള്ള ഒരു അവസരം ഒരുക്കി തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് സീനിയർ ടീച്ചറും അയാൾക്കും മുരിയം സ്കൂളിനകത്തേക്ക് വരാനുള്ള താല്പര്യമുണ്ടെന്ന് എന്നെ അറിയിച്ചിരുന്നു. അതിന് പ്രിൻസിപ്പളും ഈ സ്കൂളിലേക്ക് അയാൾ വരാൻ പാടില്ലല്ലോ, ആ പരിചിതരായ ഒരു വ്യക്തിയെയും ഇവിടേക്ക് കൊണ്ടുവരാനായി സാധിക്കില്ല, ഇവിടുത്തെ റൂൾസ് എല്ലാവർക്കും ബാധകമാണ്. ഇക്കാര്യം ബാങ് ചെയ്യാൻ അച്ഛനും അറിയുന്നുണ്ട്. പ്രിൻസിപ്പള് ഇയാൾക്ക് സ്കൂളിൽ പോകാനായിട്ടുള്ള അനുമതി കൊടുത്തിട്ടില്ല, ഒരു സ്പോൺസറിന് പോലും ആ ഒരു സ്കൂളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ലേ. ആ പ്രിൻസിപ്പൽ എന്തോ കാര്യം ഒളിക്കാനായി ശ്രമിക്കുന്നുണ്ട്, അതെന്താണെന്ന് നമുക്ക് കണ്ടെത്തണം. ശേഷം രാവിലെ ആകുമ്പോ ഹീറോയിനും എല്ലാവർക്കും വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബാങ് ചെയ്യാനും അവിടേക്ക് വരുന്നുണ്ട്. അവനും തനിക്ക് കറി വേണ്ടെന്ന് ഹീറോയിനോട് പേര് വിളിച്ച് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് സോനയും അവൻ നിന്നെ ഏരിയയിൽ നിന്നല്ലേ വിളിച്ചോണ്ടിരുന്നത്, ഇപ്പൊ എന്താ പെട്ടെന്ന് പേരൊക്കെ വിളിക്കാനായി തുടങ്ങിയത്. അതിനവളും എനിക്കറിയില്ല, ഇന്നലെ തൊട്ട് അവൻ അങ്ങനെയാണ്. ശേഷം വാങ് ചെയ്യാനും റൂമിലേക്ക് വരുമ്പോ ശിവുവും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അവനൊരു പാട്ടൊക്കെ കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവനും ശ്രദ്ധിക്കുന്നു. ശിവു എഴുന്നേറ്റിട്ട് ഇന്നലെ എനിക്ക് ഉറക്കം ശരിയായില്ല. അതിനവനും ആ പിയാനോ വായിക്കുന്ന സൗണ്ട് ഇന്നലെ നീ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ. അതിന് ശിവു അത് ശരിയാ, ഇന്നലെ അത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. അതിനെ ബാങ് ചെയ്യാനും ആ പിയാനോ വായിക്കുന്ന ആളുടെ കൂടെയായിരുന്നു ഞാൻ ഇന്നലെ, അതുകൊണ്ടാണ് ആ സൗണ്ട് നീ കേൾക്കാത്തത്. ശിവവും അത് ഹീറോയിനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ശേഷം സാംസാറും ഒരു പുതിയ അനൗൺസ്മെന്റ് നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു ട്രിപ്പ് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു നോട്ടീസ്. അത് കണ്ടിട്ട് കുട്ടികൾ എല്ലാവരും തന്നെ സന്തോഷിക്കുന്നു. സോനയും ആ വാർത്ത കേട്ടിട്ട് പ്രിൻസിപ്പലിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ശരിക്കും നമ്മൾ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകുന്നുണ്ടോ, നമ്മൾ എവിടേക്കാണ് പോകുന്നത്, ഞാൻ ഇവിടെ വിട്ട് പുറത്തോട്ടൊന്നും അങ്ങനെ പോയിട്ടില്ലല്ലോ, ഞാൻ ജനിച്ചപ്പോ തൊട്ട് ഈ ഒരു സ്കൂളിൽ തന്നെയായിരുന്നല്ലോ ഞാൻ ഉണ്ടായിരുന്നത്, അപ്പോൾ ഈ സ്കൂളിൽ ആരും ഉണ്ടാവില്ലെന്ന് ചോദിക്കുമ്പോ പ്രിൻസിപ്പളും ഞാൻ വരുന്നില്ല, ഈ സ്കൂൾ പ്രൊട്ടക്ട് ചെയ്ത് ഞാൻ ഇവിടെ നിന്നോളാം, എന്നെ ഇങ്ങോട്ട് കുട്ടികളെല്ലാം ചേർന്ന് അയച്ചതാണ്, എവിടേക്കാണ് സ്കൂൾ ട്രിപ്പ് പോകുന്നതെന്ന് അറിയാനാണ് അവർക്ക് താല്പര്യം. പ്രിൻസിപ്പളും അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോളിലേക്കാണ് ഇവരും പോകാനായി പോകുന്നത്. അവളും ഈ വാർത്ത കുട്ടികളുടെ അടുത്ത് പോയി പറയുന്നുണ്ട്. അവർക്കൊക്കെ എതിരെ അഭിപ്രായമാണ്. സോളിലേക്കോ വേറെ എത്രയോ നല്ല സ്ഥലങ്ങളുണ്ട്, അവിടേക്ക് എങ്ങ് പോകാൻ സാധിക്കില്ലേ. പക്ഷെ സോനയും ഹീറോയിനും ഹാപ്പിയാണ്, കാരണം അവർ രണ്ടുപേരും അങ്ങനെ ഒരിടത്തേക്കും ട്രിപ്പ് ഒന്നും പോയിട്ടില്ല. ശേഷം രാത്രിയാകുമ്പോ ശിവുവും അവിടെ ഇരിക്കുന്ന പിയാനോ വായിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് ഹീറോയിനും അവിടേക്ക് വരുന്നു. ശിവുവും തന്റെ പിന്നിൽ ആരോ നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ ഹീറോയിനും ഒളിച്ചു നിൽക്കാനായി ശ്രമിക്കുന്നു. ഞാനിതെന്തിനാ ഒളിച്ചു നിൽക്കുന്നതെന്ന് അവളും ചോദിക്കുന്നുണ്ട്. പക്ഷെ അവളുടെ കൈ തട്ടി കുറച്ച് സാധനങ്ങൾ താഴേക്ക് വീഴുന്നുണ്ട്. പിയാനോയുടെ സൗണ്ട് നിർത്തിയത് മനസ്സിലാക്കിയ വാങ് ചെയ്യാനും സോനയാണത് വായിക്കുന്നതെന്ന് കരുതി അവിടേക്ക് പോകാനായി ശ്രമിക്കുന്നു. ഇവിടെ ശിവുവും ഹീറോയിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. നീ എന്തിനാ ഒളിച്ചു നിൽക്കുന്നതെന്ന് അവളോടും ചോദിക്കുന്നു. ഞാൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോവുകയായിരുന്നു, അപ്പോഴാണ് പിയാനോയുടെ സൗണ്ട് ഞാൻ കേട്ടത്, അങ്ങനെ വന്നതാണെന്ന് അവളും പറയുന്നുണ്ട്. ഞാൻ ഒളിച്ചു നിന്നതൊന്നുമല്ല, എന്റെ ബാഗ് തറയിൽ വീണു, അങ്ങനെ എടുക്കാനായി ശ്രമിച്ചതാണ്. അപ്പോഴാണ് ബാഗിൽ നിന്നും ഒരു മ്യൂസിക് നോട്ട് താഴെ വീഴുന്നത് അവനും കാണുന്നത്. ഇതൊരു മ്യൂസിക് നോട്ട്ബുക്ക് ആണല്ലോ. അല്ലെന്ന് അവളും. അതിനവനും നീ എനിക്ക് വേണ്ടി ഇത് വാങ്ങിയതല്ലെന്ന് ചോദിക്കുമ്പോ അല്ലെന്ന് അവളും പറയുന്നു. ഞാനൊരു കടയിൽ പോയ സമയത്ത് അവിടെ ഇരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ വെറുതെ വാങ്ങിയതാണ് എന്നൊക്കെയാണ് പറയുന്നത്. ശിവു അത് കേട്ടിട്ട് അവളെയും കിസ് ചെയ്യുന്നു. അവനും അവളോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഒന്നും ഉദ്ദേശിച്ചല്ല ഇങ്ങനെ ചെയ്തത്. അതിനവളും എനിക്ക് പാർട്ട് ടൈം ജോലിക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അവനും അവളുടെ പുറകെ പോകുന്നുണ്ട്. അവളും ഓടിയെത്തുന്നത് വാങ് ചെയ്യാന്റെ അടുത്തേക്കാണ്. അവളും അവനെ കണ്ടതും അവിടെ നിന്ന് രക്ഷപ്പെടാനായി ശ്രമിക്കുന്നു. എന്താ കാര്യമെന്ന് അവന് ചോദിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറയുമ്പോഴാണ് ശിവുവും അവിടേക്ക് വരുന്നത്. വാങ് ചെയ്യാൻ ഇത് കണ്ട് നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യുകയായിരുന്നു. അവളും എനിക്ക് പാർട്ട് ടൈം ജോലിക്ക് പോകാൻ സമയമായി, ഞാൻ ലേറ്റ് ആവും എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഓടിപ്പോകുന്നു. ശിവുവും പോകാനായിട്ട് നിൽക്കുമ്പോ വാങ് ചെയ്യാൻ അവനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്താ സംഭവിച്ചതെന്ന് അവനോട് ചോദിക്കുന്നു. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.